ഹലോ ഗായ്സ്, അപ്പം ഞാനിന്ന് പോകുന്നത് വൈമാളിക്കാണ്. നമുക്ക് വൈമാളി പോയിട്ട് വരാം. അപ്പം നമുക്ക് വൈമാളി കാണാം. വൈമാളിത്തെ ഓരോ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വലിയ വീഡിയോ. കാരണം ഞാനെപ്പോഴും ഷോർട്ട് വീഡിയോസാണ് ഇടാറ്, പ്രാവശ്യം ലോങ് വീഡിയോ ആണ്. അപ്പം ഇതാണ്ട് ഞാൻ മാലയുടെയും കൈച്ചേൻ്റെയും ഇത് പഠിച്ചോ കാട്ടാൻ മാത്രമായിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. സോറി, ആ ഒരു കട്ടെടുത്ത് തന്നെ പറയാം. പക്ഷേ അതിൽ കഴിച്ചിട്ട് കാണുന്നില്ല, കഴിച്ചിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കാണാം നമുക്ക്. അപ്പോൾ നമ്മൾ വൈമാളിൻ്റെ എൻട്രൻസിലാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ വൈമാളിലേക്ക് കയറാണ്. ഫ്രണ്ടിൽ പോകുന്ന ആൾക്കാരൊക്കെ വീഡിയോ എടുക്കുന്നതും ഫോട്ടോ എടുക്കുന്നതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവല്ലോ. അപ്പോൾ ഈ ഒരു ബ്ലൂ ഷർട്ട് ഇട്ട ചേട്ടനെ ഇങ്ങനെ നോക്കൊന്നും വേണ്ട കേട്ടോ. എന്തൊക്കെയോ കാട്ടി വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ ആളാണെങ്കിൽ നേരെ എൻ്റെ ഫ്രണ്ടിൽ കൂടെ വരുന്നത്. അതോടുകൂടി ഞാൻ വീഡിയോ അടച്ച് കട്ട് ചെയ്തു. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ മേടിച്ച് നടക്കുകയാണ്. അപ്പം ഞാനാണെങ്കിൽ നേരെ ഓടി കയറിയത് ക്രാഫ്റ്റ് ഏരിയയിലേക്കാണ്. ക്രാഫ്റ്റ് ഏരിയ പോയപ്പോൾ ഞാൻ ഭ്രാന്ത് പിടിച്ച പോലെ വരുന്നു. ഇത് ഞാൻ മേടിച്ചു കേട്ടോ. ഞാൻ ആരും അറിയാണ്ടടുത്ത് ഇതിലിട്ടിട്ട് പിന്നെ ഒന്നും അറിയാത്ത പോലെ ബില്ലടിച്ചപ്പോൾ എൻ്റെ അമ്മ കണ്ട് പെട്ട നോട്ടായിരുന്നു തന്നെ. പിന്നെ ഒന്നും പറഞ്ഞില്ല ഓക്കെ. പിന്നെ ഇത് ഞാൻ മേടിച്ചു. പിന്നെ ആ 2 സാധനങ്ങൾ മാത്രം ഞാൻ ക്രാഫ്റ്റ് ഐറ്റംസ് ആയിട്ട് മേടിച്ചത്. ഓക്കെ. പിന്നെ ഇതൊന്നും ഞാൻ മേടിച്ചില്ല. ഇതൊന്നും ഞാൻ മേടിച്ചില്ല. ഇത് ഞാൻ മേടിച്ചു. പിന്നെ അവിടെ എത്തിയപ്പോഴേക്ക് പ്രാന്തായിരുന്നു. അവിടെ ഇരുന്ന് നോക്കാല്, കിടന്ന് നോക്കാല്, ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ പോവാം. പിന്നെ ആ ഇതൊക്കെ നോക്കുമ്പോൾ പിന്നെ ഞാൻ പെൻ ഹോൾഡറൊക്കെ ഉണ്ട്. ഒരു സാധനം നോക്കുമ്പോൾ ഞാൻ പുതിയൊരു ചേട്ടനായിട്ട് പരിചയപ്പെട്ട് പിന്നെ ആ ചേട്ടനോട് നിന്ന് കത്തി വയ്ക്കലായിരുന്നു പരിപാടി. ആ ചേട്ടൻ ഈ സാധനം നോക്കുമ്പോഴായിരുന്നു ഇതെന്തിനാന്ന് എന്നോട് ആ ചേട്ടൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിഞ്ഞൂടാന്ന് പറഞ്ഞു. ആക്കിയ പിന്നെ അത് വെച്ചിട്ട് ഇതൊക്കെ എന്തുകൊണ്ടാണ് ഈശ്വരൻ എന്തോരം പ്രൈസ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് വേറെ സംസാരമായിരുന്നു ഞങ്ങളുടെ. പിന്നെ മെട്രോയിൽ ഞാനിങ്ങനെ വീഡിയോ എടുത്തു. അതിനുള്ളിൽ കയറിയിട്ട് പോലുമില്ല ഞാൻ ഇതുവരെ. നല്ല കത്തിയാണെന്ന് എന്നോട് എല്ലാവരും പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. അല്ലാണ്ട് ഞാൻ അവിടെ കയറിയിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ ചേച്ചിയും കൂടി അവിടെ ഇങ്ങനെ വായി നോക്കി നിൽക്കലായിരുന്നു. ഇപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ പരിപാടി. അപ്പോൾ അതൊക്കെ നോക്കിയാൽ ഞങ്ങൾ സ്റ്റുഡിയോയിലൊന്ന് കയറിപ്പോന്നു. കാരണം അമ്മ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും മേടിച്ചില്ല. പിന്നെ ഈ ലെതറിൻ്റെ ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ അധികം ഈ സാധനങ്ങൾ നിർത്തി വരാറില്ലേ. ക്രാഫ്റ്റ് പരിപാടി തുടങ്ങിയപ്പോഴാണ് ഇവിടേക്ക് ഞാനങ്ങനെ വന്നു തുടങ്ങിയത്. സാധനം വെച്ചാൽ ഇവിടെ പഠിക്കാൻ ഐറ്റംസാണ്. എനിക്ക് പഠിക്കാൻ ഐറ്റംസ് പണ്ടേ ഇഷ്ടമല്ലായിരുന്നു. പിന്നെ എനിക്ക് ആസ്തറ്റിക് ക്യൂട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ പർപ്പിളോ അതാകുമ്പോൾ തന്നെ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അവിടെ തന്നെ ധരിച്ചു കഴിഞ്ഞാൽ സ്കൂളിലേക്ക് കുപ്പി കൊണ്ടുപോകാറില്ല. എനിക്ക് ചെറിയൊരു സൗണ്ട് പ്രോബ്ലം ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇതൊരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ 700 രൂപയുടെ സാധനം അത് എനിക്ക് വരട്ടിക്ക് ഇറങ്ങൂല. വേണ്ട മക്കളെ, വേണ്ട. പിന്നെ മസ്കാരയുടെ ബസ്സൊക്കെ ഉണ്ട്, അപ്പോൾ എന്തായാലും വേണ്ട. പിന്നെ ഞാൻ ഈ ഒരു എൻ്റെ അമ്മയുടെ പിന്നാലെ നടക്കലായിരുന്നു പിന്നെ തന്നെ പരിപാടി. കാര്യം എന്ന് വെച്ചാൽ എൻ്റെ അത് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം വെച്ചാൽ ഇതിൽ നടക്കുന്നത് ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കൈ നല്ല രസമുണ്ട്. പക്ഷേ മേടിച്ചില്ല. എനിക്ക് ചെറിയ ശ്വാസം മുട്ടൽ ആ പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാനൊരു സാധനം കണ്ടിരുന്നുണ്ട്, എയർ ഡ്രൈയൊക്കെ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. എൻ്റെ അമ്മ വരെ അത് കണ്ടിട്ടില്ല. ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചേക്കുന്നതാണ്. അയ്യോ കണ്ട അപ്പം ഞാൻ കണ്ട എൻ്റെ അമ്മ നേരെ കൊണ്ട് ദൃശ്യശാലൊന്ന്. പക്ഷേ ബില്ലടിച്ചപ്പോൾ എന്നെ കണ്ടപ്പോൾ സമ്മതിച്ചു. കയ്യിൽ വെച്ചാൽ ഞാൻ വേറെ ഒന്നും എടുക്കാത്തത് കൊണ്ട് അത് സമ്മതിച്ചു. പിന്നെ ഗോൾഡൻ്റെ സ്പൂണും ഫോർക്കൊക്കെ നോക്കിയിരിക്കലായിരുന്നു എൻ്റെ ചേച്ചിയുടെ പരിപാടി. എൻ്റെ ചേച്ചി എന്താണ് അടുക്കള ഫുൾ അടുക്കളത്തെ കാര്യങ്ങൾ നോക്കിയെടുക്കലായിരുന്നു. അപ്പോൾ അങ്ങനെ അടുക്കളയിൽ ഇതൊക്കെ നോക്കിയിരിക്കലായിരുന്നു അവളുടെ പരിപാടി. അവളുടെ നീക്കം കണ്ടു, എന്തോരം നീക്കമല്ലേ. ഞാനവരുടെ പിച്ചിലും വാങ്ങുന്നുണ്ട്, അതിനനുസരിച്ച് ഓക്കെ. പിന്നെ അവളുടെ വാച്ച് നോക്കിക്കോളും, എല്ലാം നോക്കിക്കോളും. ഞാനതൊക്കെ നോക്കിയിരിക്കലായിരുന്നു. കുറച്ചാണ് പരിപാടി. പിന്നെ നല്ല ഡ്രസ്സ് അത് ഞാൻ എന്തായാലും എളുപ്പം മേടിച്ച് മാറ്റാൻ വെച്ചിരിക്കുന്ന ഡ്രസ്സാണ്. ഞാൻ പറയാൻ പറഞ്ഞു, അവൾ വൈമാളി പോവാണ്. അതുകൊണ്ട് അവളെ തള്ളൊക്കെ ഇനി മുതൽ എൻ്റെയാണ്. വൈമാളി പോകാൻ പോകുന്നത്. സോറി, അവൾ ബാംഗ്ലൂരുമാണ് പോകാൻ പോകണം. അപ്പോൾ അവളുടെ തള്ളൊക്കെ ഇങ്ങനെ എൻ്റെയാണ്, എൻ്റെ മാത്രം. അപ്പോൾ ആ സന്തോഷത്തിലാണ് ഞാൻ. അപ്പം ഞാൻ അവൾ പോവാണല്ലോ. അപ്പോൾ എന്തായാലും ഒരു സ്യൂട്ട് കേസ് ആകലുണ്ടാവില്ല. അപ്പോൾ സ്യൂട്ട് കേസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനും എൻ്റെ അച്ഛനും എൻ്റെ ചേച്ചിയും എൻ്റെ അമ്മയും. എനിക്കാണെങ്കിൽ ഫുള്ള് ബോറടി. എനിക്കിതിനെക്കുറിച്ച് ഒരു കുഞ്ഞ് അറിഞ്ഞൂടല്ലോ. അപ്പം എനിക്കാണെങ്കിൽ ഫുള്ള് ബോറടിയായിരുന്നു ആ ഒരു പരിപാടിക്ക്. ഞാൻ എവിടെയെങ്കിലും ഇറങ്ങി പോയാലും ഇതുവരെ ആലോചിച്ച് പോയി. പക്ഷേ ഒരു അരമണിക്കൂറെങ്കിലും ഇതിനായിട്ട് അവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ടോട്ടെ ബാഗ് ഉണ്ടായിരുന്നു, അത് ഞാൻ നോക്കി നിന്ന് സമയം കളഞ്ഞു. പക്ഷെ ഞാനത് വീഡിയോ എടുക്കാൻ മറന്നു. പിന്നെ ബില്ലടിക്കാൻ നിന്നു. പിന്നെ ഐസ്ക്രീമൊക്കെ കാണുന്നുണ്ട്, അതൊക്കെ ഞാൻ മേടിച്ച് പോയി. ഞാൻ പോലും അറിഞ്ഞിട്ട് അത് മേടിച്ച കാര്യം. ഞാൻ മറ്റേ സാധനം നോക്കാൻ പോയപ്പോഴായിരുന്നു അത് മേടിച്ചത്.
പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫുഡ് അടിക്കാനാണ്. ഫുഡിലാണ്ട് എന്ത് ഞാനും എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എൻ്റെ ചേച്ചിയും. അപ്പോൾ ഫുഡ് കഴിക്കാനാണ് പോണത്. ഞങ്ങൾ പോണത് ഫുസോ. എനിക്കതിൻ്റെ പേര് പലപ്പോഴും തെറ്റുന്ന പേരാണ് ഫുസോ. എന്തൊട്ട് പേരല്ലോ ഇവർക്ക് കുറച്ച് സിമ്പിളായിട്ടുള്ള മല്ലൂസ് മക്കാനി നല്ല പേര് അല്ലേ, അങ്ങനെയുള്ള പേരൊക്കെ ഇട്ടൂടെ. സാരില്ല. ഫുസോയിലേക്ക് പോകുകയാണ്. അവിടുത്തെ എന്താണ് ഞങ്ങൾ ബബിൾ ടീ ആണ് കുടിക്കാൻ പോകുന്നതെന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴികളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കേ ഇതെന്താ എത്താത്ത മനുഷ്യരെ നേരം കളയാനായിട്ട്. അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പം മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ആ ഡോർ തുറക്കണമില്ല, നോക്കണമായി ചെയ്ത് നോക്കാണ്ട് കുറേ നേരം അതുമ്പോൾ പിടിച്ചിരുന്നിട്ട് ലാസ്റ്റ് തടന്നു. അപ്പം പിന്നെ അവിടെ ക്രിസ്മസ് സെലിബ്രേഷൻ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ക്രിസ്മസിൻ്റെ അലങ്കാരങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ കൈ കഴുകി നല്ല വിൻറ്റേജ് ലുക്കിലുള്ള ഇതിലേക്ക് ഞങ്ങൾ കണ്ടിരുന്നു. ഞാൻ ആദ്യം ഈ സീറ്റിലേക്ക് ഇരിക്കാൻ പോയി. അപ്പോൾ എല്ലാവരും അവിടേക്ക് പോകുന്നു. നാറിപ്പോയി ഗൈസ്. ഞാൻ സത്യം പറഞ്ഞാൽ ആൾക്കാരൊക്കെ നോക്കുക. അവിടെ പിന്നെ ആരും ഉണ്ടായിരുന്നില്ല, അതായത് ആകെ സമാധാനം. പിന്നെ ഞങ്ങൾ ബബിൾ ടീ കുക്കിയാണ് ക്രീമി, അതാണ് കൊണ്ട് മേടിച്ചത് അതന്നെ. അപ്പം എൻ്റെ ചേച്ചി തൊട്ട് കാട്ടി, അപ്പം ഞാനൊരു പെട്ടിഷയ്ക്ക് തൊട്ട് കാട്ടി കൊടുത്തു. ഓക്കെ, അങ്ങനെ അതൊക്കെ തൊട്ട് കാട്ടി ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി. പിന്നെ ഞാൻ തന്നെയാണ് പോയി മേടിച്ചത്. പക്ഷേ തിന്നേണ്ട ഇടയിലായതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞു അത് മേടിച്ചതിൻ്റെ. പിന്നെ തിന്ന് കഴിഞ്ഞിട്ട് ആലോചിക്കണം വീഡിയോ എടുക്കണ്ടേന്ന്. പിന്നെ ചട്ടി ബിരിയാണിയും സാദാ ബിരിയാണിയും മേടിച്ച് ഞങ്ങൾ കൈ കഴുകി പോന്നു.